നമ്മളെ കുറേ അധികം ദിവസങ്ങളായി കണ്ടിട്ട്, തമ്മിൽ കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തു പറ്റി, എന്തെങ്കിലും അസുഖമുണ്ടോ, അല്ലെങ്കിൽ എന്താണ്, ജോലി തിരക്കാണോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ വേണ്ടിയിട്ട് സമയം കിട്ടാത്തതുകൊണ്ടല്ല. എൻ്റെ മോന് ഞാനൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഫോണിന് അവൻ അത് വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവൻ്റെ എക്സാം അടുത്ത സമയത്ത് തന്നെ ആ ഫോണിന് ചില വിഷയങ്ങളുണ്ടായി. അപ്പോൾ പഠിക്കണമല്ലോ, എന്തായാലും എക്സാം പ്രിപ്പയർ ചെയ്യണമല്ലോ. കാരണം ഓൺലൈൻ വഴിയാണ് അവൻ പഠിക്കുന്നത്. ഫീസൊന്നും കൊടുത്തിട്ടൊന്നുമല്ല, അവൻ്റെ തന്നെ ഒരു ശ്രമത്തിലൂടെ എക്സാം വിന്നറും സൈലം ആ ഒരു ചാനലൊക്കെ വഴിയിട്ട് അങ്ങോട്ട് പഠിക്കുകയാണ്. പിന്നെ ടീച്ചേഴ്സും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ആ ഒരു രീതിയിൽ അവൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എന്നാലും അവന് ചെറിയ ഈ ഓർമ്മ പിശക് ഒക്കെ ഉണ്ട്. അപ്പോൾ അവൻ്റെ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സമയം കുറവ് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല. കാരണം നമുക്ക് ഒരു 24 മണിക്കൂർ സമയം ഉണ്ടായിട്ട് അവിടെ നമ്മൾ സമയമില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് എനിക്കും അറിയാം. പക്ഷെ ചില കാര്യങ്ങൾക്ക് നമുക്ക് സാഹചര്യം ഒരുങ്ങൂല, ചില കാര്യങ്ങൾക്ക് നമുക്ക് സമയം ഒരുങ്ങൂല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഒരു സാഹചര്യത്തിൻ്റെയും സമയത്തിൻ്റെയൊക്കെ ഒരു ലഭ്യത കുറവ് എന്നങ്ങോട്ട് കരുതുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്രതാരംഭ ആശംസകൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വ്രതാരംഭ ആശംസകൾ. നല്ലൊരു മാസമായി തീരട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ അതൊക്കെ കഴുകി കളയാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മുന്നോട്ട് തൻ്റെ കർമ്മങ്ങൾ വിജയിപ്പിച്ചെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ചധികം ആളുകൾ, എൻ്റെ ആരുമല്ലാത്ത കുറേ അധികം ആളുകൾ കഴിഞ്ഞ റമദാൻ കാലഘട്ടത്തിലാണ്, ആ ഒരു കാലത്താണ് എന്നോട് വളരെ നീതികേടായിട്ട് ചില കാര്യങ്ങൾ പ്രവർത്തിച്ചത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ശരിക്കും അവരോട് എനിക്ക് പൊരുത്തപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ആലോചിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്ക് മറുപടി കിട്ടുന്നത്. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. കാരണം ജന്മനാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരു മത ആചാരത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിച്ച ആ ഒരു കാര്യത്തിന് ഞാൻ പൊരുത്തപ്പെടേണ്ടുന്ന യാതൊരുവിധ കാര്യവും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ ഒരു കാര്യം ഞാനിവിടെ പറയേണ്ടുന്ന ഒരു ആവശ്യം പോലും ഇല്ല. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ അറിയണം. അവര് പട്ടിണി കിടക്കുന്നത് പോലെയാണ് അവരുടെ കർമ്മങ്ങൾ എന്നുള്ളത്. ശരിക്കും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ സ്ത്രീത്വത്തെയും എൻ്റെ കഷ്ടപ്പാടിനെയും എൻ്റെ വേദനകളെയും എൻ്റെ വിഷമതകളെയും എല്ലാം ഒരവിഹിതം എന്ന പേര് ചാർത്തി എൻ്റെ നെറ്റിയിൽ ഒട്ടിച്ചപ്പോൾ പടച്ച റബ്ബാണ് എനിക്ക് വേണ്ടി സംസാരിച്ചത്. ആ പറയിപ്പിച്ച അതേ വ്യക്തിയെ ഈ പൊതുസമൂഹത്തിൽ അതേ പേരുകൊണ്ട് തന്നെ നിലനിർത്തിയതും എൻ്റെ കുഞ്ഞിനെ അവിഹിത സന്തതി എന്ന് വിളിപ്പിച്ച അതേ അവരുടെ വാഗൊണ്ട് തന്നെ അവരുടെ LMP പറയിപ്പിക്കുകയും, ശരിക്കും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യാതൊരർത്ഥവുമില്ല എന്നുള്ളത് നിങ്ങൾക്കൊന്ന് തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എന്തുകൊണ്ടാണ്, എനിക്ക് കുറേ അധികം സത്യങ്ങൾ അറിയാം. വാപ്പ ഉമ്മ വന്നു വിളിച്ചു, മക്കളെ കൊണ്ടുപോയി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, കളവുകൾ പറയുമ്പോൾ എനിക്കതിൻ്റെ സത്യാവസ്ഥകൾ അറിയാമെങ്കിലും ഞാനത് പറയാത്തതിൻ്റെ റീസൺ എന്താണ് എന്നറിയാമോ? ചില ആളുകൾ അങ്ങനെ തന്നെയാണ്. നമുക്ക്
പട്ടിയുടെ വാല് എത്ര കാലം കുഴലിലിട്ടാലും അത് നന്നാവില്ല അല്ലെങ്കിൽ നേരെയാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ശരിക്കും അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയാമായിരുന്നിട്ടും ഞാനത് പബ്ലിക്കിൽ വന്നിട്ട് പറയാത്തത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവർ തന്നെ കളവ് പറയും, ഇവർ തന്നെ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു വിഷയം വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടിയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ എനിക്കിനി ഒരു ഫോണ് എടുക്കേണ്ടുന്ന ഒരു കാലതാമസമുണ്ട്. ഒരു എൻ്റെ മോൻ അടുത്ത 5-ാം തീയതി മുതൽ എക്സാം തുടങ്ങിയാണ്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് അവൻ്റെ എക്സാം കഴിയുന്നത് വരെ ചിലപ്പോൾ എനിക്ക് വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ കരുതണ്ട എനിക്ക് കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതണ്ട. എൻ്റെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ വിഷയങ്ങൾ കൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ. വേണമെങ്കിൽ എനിക്ക് ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇടാം, പക്ഷെ അതിന് പോലും ഞാൻ മുതിരുന്നില്ല, എനിക്ക് അതിന് പോലും ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും റമദാൻ ബ്രദർ ആരംഭ ആശംസകൾ ഒന്നുകൂടി ഹൃദയത്തിൽ നിന്ന് നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ.